നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. TJ ശാമുവേലിന്റെ ചീട്ടുകളി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒട്ടനവധി കാര്യങ്ങൾ വളരെ സാവകാശം പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ, എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ താഴെ എഴുതുക. എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് താഴെ എഴുതുക. അതായത് കഴിഞ്ഞ ദിവസം, അതായത് നവംബർ മാസം, TJ ശാമുവേൽ എന്ന് പറയുന്ന അസംബ്ലി സോണിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് എഴുതിയ കത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആ വിഷയം എന്ന് പറയുന്നത് ചീട്ടിടുക എന്നുള്ളതാണ്. അസംബ്ലി സോണിന്റെ നിയമം അനുസരിച്ച്, ബയലോ അനുസരിച്ച്, ജനാധിപത്യ മര്യാദയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ജനപ്രതിനിധികൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അസംബ്ലി സോണിന്റെ ആരംഭകാലം മുതൽ ഇങ്ങോട്ട് ശേഷം എഴുതിയ ബയലോ പ്രകാരം അത്തരത്തിലാണ് അത് നടപ്പാക്കി വരുന്നത്. അതിന് ഒരു ദൈവികമായിട്ടുള്ള പ്രേരണയും ഉണ്ടായിരുന്നു. അത് രഹസ്യ ബാലറ്റാണ്. രഹസ്യ ബാലറ്റ് എന്ന് പറയുമ്പോൾ ദൈവം സമൂഹത്തിൽ എടുത്തുയർത്തി ഉപയോഗിക്കുന്ന ആൾക്കാരെ പരിശുദ്ധാത്മ പ്രേരിതമായി കൃത്യമായി അവർക്ക് പിന്തുണ നൽകി വീണ്ടും ദൈവസഭയെയും സമൂഹത്തിലും ക്രിസ്തുവിന്റെ നാമം ഉയർത്തുവാൻ അവരെ ആക്കി വെക്കുന്ന രീതിയാണ് രഹസ്യ ബാലറ്റ്. ആ രഹസ്യ ബാലറ്റിൽ ഒട്ടനവധി നിബന്ധനകളുണ്ട്. പ്രചരണം പാടില്ല, ഗ്രൂപ്പ് കളി പാടില്ല, ആർക്കും ആരെയും നിർദ്ദേശിക്കാം. അത് കൃത്യമായ രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും കർത്താവായ യേശുവിനോടും നിഷ്കളങ്കമായി നല്ല മനസാക്ഷിയിൽ ഒരാളെ നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ അസംബ്ലി ബോർഡിന്റെ ആദ്യകാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ ഒരു ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നു, ഒരു ദൈവിക പ്രേരണ ഉണ്ടായിരുന്നു. ആ പ്രേരണ ഉണ്ടായിരുന്ന കാലത്തൊക്കെയും ദൈവത്തിന് വേണ്ടി ശക്തമായി ദേവദാസന്മാർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ 2024 കാലഘട്ടം എത്തിയപ്പോഴേക്കും ജനാധിപത്യ മര്യാദയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അതിന്റെ എല്ലാ സുഖവും നുകർന്ന് ജീവിച്ച് തീർത്ത ശേഷം TJ ശാമുവേൽ എന്ന് പറയുന്ന ഈ മാന്യദേഹത്തിന് ഇപ്പോൾ ചീട്ട് കളിക്കണം പോലും. ചീട്ടുകളി വിശ്വാസികളെ പഠിപ്പിക്കാൻ അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുകയാണ്. അതിൽ അദ്ദേഹം വാക്യങ്ങൾ നിരത്തുന്നുണ്ട്. അല്ല, ഞാൻ അറിയാൻ വൈദ്യുതി ചോദിക്കുകയാണ്. കർക്കശക്കാരനായ TJ ശാമുവേൽ അവറുകളെ, സാറേ ചോദിക്കട്ടെ, താങ്കൾക്ക് ഇത് ആദ്യം മുതലേ തോന്നാത്തതാണ്? താങ്കൾ അതേ രീതിയിൽ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നില്ല? താങ്കൾ പറയുന്നുണ്ട്, ഞാൻ മേഖലാ ഡയറക്ടറായി മത്സരിക്കാൻ പോയതല്ല, എന്നെ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്താക്കിയെന്ന്. അതിന്റെ അങ്ങനെ വിശ്വസിക്കാൻ ആർക്കും പറ്റില്ല. ആരും ഒരു സ്ഥാനത്ത് വരുന്നോ അതിന് മുമ്പ് തന്നെ ഒരു പ്രചരണം നടക്കും. അത് PD ജോൺസന്റെ കാലത്തിന് ശേഷം അപ്പോൾ തന്നെ AC ശാമുവേലിന്റെയും C കുഞ്ഞുമോന്റെ കാലഘട്ടങ്ങളിലൊക്കെയും ഞാൻ മനസ്സിലാക്കിയതും അറിഞ്ഞ അറിവനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു നല്ലൊരു പ്രവൃത്തി അന്നുണ്ടായിരുന്നു. അതിനുശേഷം PS ഫിലിപ്പ് വരേണ്ട സ്ഥാനത്ത് PD ജോൺസന് ശേഷം TJ ശാമുവേൽ വ്യക്തമായ രാഷ്ട്രീയം കളിച്ച് അസംബ്ലി ബോർഡിന്റെ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് കടന്നു വന്നു. അതെ, വ്യക്തമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അതുവരെ ഇല്ലായിരുന്ന AC ശാമുവേലിന്റെയും C കുഞ്ഞുമോന്റെയും PD ജോൺസന്റെ കാലഘട്ടത്തിന് മുമ്പും അതിനും PD ജോൺസന്റെ കാലഘട്ടത്തിലും ഇല്ലാതിരുന്ന ഒരു പ്രത്യേകതരം വിഭാഗീയ രാഷ്ട്രീയത ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന് തന്റെ കസേര പിടിച്ചെടുക്കുവാൻ, തന്റെ സാമ്രാജ്യം പണിയുവാൻ ആദ്യമായിട്ട് ഈ അസംബ്ലി സമൂഹത്തിനകത്ത് ഇത്രത്തോളം രാഷ്ട്രീയം കുത്തിക്കൊണ്ടുവന്നത് TJ ശാമുവേൽ എന്ന വ്യക്തിയാണെന്ന് എത്ര പേര് സമ്മതിക്കും? എന്റെ അന്വേഷണത്തിലും എന്റെ അറിവിലും ഞാൻ മനസ്സിലാക്കിയത് PD ജോൺസന് ശേഷം ഈ സമൂഹത്തിനകത്തിൽ കടുത്ത രാഷ്ട്രീയം, കടുത്ത ഗ്രൂപ്പിസം, കടുത്ത വിഭാഗീയത കൊണ്ടുവന്ന രാഷ്ട്രീയ നേതാവായ വ്യക്തിയാണ് TJ ശാമുവേൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ AGയുടെ സൂപ്രണ്ട്. ഇന്ന് അദ്ദേഹം എഴുതുകയാണ് ചീട്ടിടണം പോലും. എന്നിട്ട് പറയുന്നു, എപ്പിസ്കോപ്പൽ സഭകളെ പോലെ ചീട്ടിട്ടുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പിൻഗാമികളെ അവർ തിരഞ്ഞെടുക്കുന്ന പോലെ ഇപ്പോൾ അസംബ്ലി സോൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലും ഇത് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ
കുറച്ച് കാര്യം പറയാം, അതിനുശേഷം മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദത്ത ദേശം വിഭാഗിച്ചപ്പോൾ ചീട്ടിട്ടു, ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമം ചീട്ടിട്ടു, ഇസ്രായേൽ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഗോത്രം ഗോത്രമായി ചീട്ടിട്ടു, പിന്നെ പട്ടണങ്ങളിൽ താമസിക്കുന്നതിന് ചീട്ടിട്ടു, പ്രശ്നക്കാരനെ കണ്ടെത്താൻ യോനയുടെ കാര്യത്തിൽ ചീട്ടിട്ടു. സദൃശവാക്യം 16:33 ചീട്ടു മടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാലത്രേ. അത് കഴിഞ്ഞ് അദ്ദേഹം കൊണ്ടുവരുന്നത് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ കൂടെ നിൽക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള ഭാഗമാണ് അദ്ദേഹം കൊണ്ടുവന്ന ശേഷം അദ്ദേഹം പറയുന്നത്, അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിനകത്തുള്ള അപ്പോസ്തലന്മാരെ കൂടെ നിൽക്കാൻ യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തവരെയുള്ള സാക്ഷിയായി ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചീട്ടിട്ട അപ്പോസ്തലന്മാരുടെ കാര്യം അദ്ദേഹം കൊണ്ടുവന്ന് ഉന്നതമായ ഒരു മാനദണ്ഡത്തോടു കൂടിയാണ് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചീട്ടിടനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഈ പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അത് നിങ്ങൾ അറിയണം. അതാണ് ഞാൻ വായിക്കുന്നത്, കേൾക്കുക. എപ്പിസ്കോപ്പൽ സഭകളുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ എപ്പിസ്കോപ്പമാർ നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് സൂപ്രണ്ട് തീരുമാനിക്കും ആരെ നിയമിക്കണം എന്നുള്ളത്. ആ ഒരു തന്ത്രമാണോ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്? ഇദ്ദേഹത്തിന് മാറുന്ന മുമ്പ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചില ആൾക്കാരെ നിയമിക്കണം എന്നുള്ള ഒരു തന്ത്രം ഇതിനകത്തുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തി പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് കടുത്ത രാഷ്ട്രീയം കളിച്ച് PK യേശുദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്രത്തോളം ഈ സമൂഹത്തിൽ വലിയ ക്രിമിനൽ കുറ്റം ചെയ്യാൻ കണക്കിന് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ TJ ഷോമുവേൽ. അതിന് നേരെ ഇദ്ദേഹം എന്ത് ആക്ഷൻ എടുത്തു? കാണാനില്ല. കാരണം ഇദ്ദേഹം ആക്ഷൻ എടുത്താൽ ഇദ്ദേഹത്തിന്റെ സകല കള്ളങ്ങളും അവർ തുറന്നു പറയും. അതുകൊണ്ട് ഇദ്ദേഹം ആക്ഷൻ എടുക്കില്ല. ആക്ഷൻ എടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്, ദൈവം കരുണയുള്ള ദൈവമാണെന്ന് ആൾക്കാരെ പറ്റിക്കും. അടുത്തത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പെന്തക്കോസ്ത് സഭകളിൽ മിക്കതിലും സഭാ ചുമതലക്കാരെ നിയമിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലാണ്. പ്രാദേശിക സഭാ കമ്മിറ്റി മുതൽ ഉയർതലങ്ങളിൽ ഈ രീതിയാണ് ചെയ്തു വരുന്നത്. ലോകത്തിലും സഭയിലും കടന്നുകൂടിയ അനാത്മീയ പ്രവണതകൾ ഈ രീതിയിൽ സഭയിൽ വലിയ അളവിലുള്ള ഭിന്നതയ്ക്കും ശത്രുതയ്ക്കും കാരണമായി തീർന്നിരിക്കുകയാണ്. ഈ സ്ഥിതി ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് സഭകൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു മാർഗം വചനത്തിൽ കാണുന്ന പോലെ ദൈവഹിതം തിരിച്ചറിയാൻ ചീട്ടിടുക എന്ന സമ്പ്രദായമാണ്. ചീട്ടിടിയിൽ തിരുവനന്തപുരത്തിൽ കടന്ന ഒരു സമ്പ്രദായമാണ്. നിഷ്പക്ഷമായി തീരുമാനമെടുക്കുവാൻ ദൈവം പുതിയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയ ഒരു സമ്പ്രദായമായിരുന്നു അത്. ഇദ്ദേഹം ഇതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഭിന്നതയും ശത്രുതയും വർദ്ധിച്ചു എന്നാണ്. ജനാധിപത്യം കൊണ്ട് ഭിന്നതയും ശത്രുത്വവും വർദ്ധിച്ചു എന്നാണ്. ആരോട് ഭിന്നത ഉണ്ടായി? ആരോട് ശത്രുത്വം ഉണ്ടായി? TJ ഷോമുവേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നയങ്ങൾക്കെതിരെ ആൾക്കാർ പ്രതികരിച്ചു. അതാണോ ഭിന്നത? അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ആവശ്യമുള്ള കാര്യമല്ലേ? ഭരിക്കുന്നവർ തെറ്റായി ഭരിച്ചാൽ, ഭരിക്കുന്നവർ അനീതി കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്. അതിനെ ഭിന്നതയെന്നും ശത്രുത്വം വിളിച്ചൊരു കാര്യമുണ്ടോ? TJ ഷോമുവേൽ സാറെ അവറുകളെ അത് സവിസ്തരം ഇദ്ദേഹം പറഞ്ഞു പോയ ശേഷം സഭകളിൽ ഇനി ആവശ്യം എന്ന് പറയുന്നത് ചീട്ടിടുക എന്ന് തന്നെയാണ്. വായിക്കാം. എന്തായാലും ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളിലെ നേതൃത്വ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ഈ പരിഹരിക്കുവാൻ കഴിയാത്ത ഭിന്നതയ്ക്ക് ഒരു അവസാനം വരേണ്ടതാണ്. പെന്തക്കോസ്ത് സഭകൾക്കുടെ നിലനിൽപ്പിനും സാക്ഷ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അതൊക്കെ പറഞ്ഞു വരുന്നത് ഈ ചീട്ടിടുന്ന കർമ്മം ഇനിയിപ്പോൾ പെന്തക്കോസ്ത് സഭകളിൽ കൊണ്ടുവരികയും ജനാധിപത്യം മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മാറ്റി നിർത്തി ഇനി ചീട്ടിടുക എന്നുള്ളതാണ്. ചീട്ടിടുമ്പോൾ ചോദിക്കുന്നത് ഭിന്നതയും ശത്രുതയും മാത്രമാണോ? വർഗീയതയില്ലേ? കർക്കശക്കാരനായ മിതഭാഷിയായ TJ ഷോമുവേൽ അവറുകളെ, ഇതിനകത്ത് വർഗീയതയില്ലേ? ഏറ്റവും കൂടുതൽ ഈ അസംബ്ലി സഭകളിൽ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? പെന്തക്കോസ്ത് സമൂഹത്തിൽ നേതൃത്വം വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരെ ചീട്ടിടും? നിങ്ങൾ ഭിന്നതയും ശത്രുത്വം എന്ന് പറയുന്നു, ഇവിടുത്തെ വർഗീയത എന്തുകൊണ്ട് പറയുന്നില്ല? വർഗീയത ഇല്ലേ? ചോദിക്കുന്നു, ഈ സമൂഹത്തിനകത്ത് ഒരു വേടനായിരിക്കുന്ന ഒരു വ്യക്തി ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു, ഈ സമൂഹത്തിനകത്ത് ഏറ്റവും അടുത്തിട്ട് കിടക്കുന്ന ആരെങ്കിലും സൂപ്പർ സ്ഥാനത്ത് വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു, ഇതിനകത്ത് എത്ര ജാതിക്കാർ കർത്താവിനെ ആരാധിക്കുന്നു? ഈ ജാതിക്കാർ ആരാധിക്കുന്ന ഇതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്, ഓർത്തഡോക്സിൽ നിന്നും മർത്തോമയിൽ നിന്നും വന്നവർക്ക് മാത്രമേ സൂപ്പർ സ്ഥാനം ആകാൻ പറ്റത്തുള്ളൂ, ഖജാൻജി ആകാൻ പറ്റത്തുള്ളൂ, അതല്ല സെക്രട്ടറി ആകാൻ പറ്റത്തുള്ളൂ, അതല്ല അസിസ്റ്റന്റ് സൂപ്രണ്ട് ആകാൻ പറ്റത്തുള്ളൂ? ഇതിനകത്ത് വർഗീയത ഇല്ലേ? വർഗീയത ഉണ്ട്. മറഞ്ഞിരിക്കുന്ന കൊടും വർഗീയത ഇതിനകത്തുണ്ട്. പക്ഷേ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ശത്രുത്വം,
ഇദ്ദേഹം ചൂണ്ടിക്കാണിയ ഭിന്നത, ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെ ആൾക്കാർ ശബ്ദമുയർത്തുമ്പോൾ ഇദ്ദേഹം പടച്ചു വിട്ടിരിക്കുന്ന ഒരു ലെറ്റർ മാത്രമാണിത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്തായിത്തീരണം? ഇപ്പോൾ ചീട്ടിടണം പോലും. നിങ്ങൾ എങ്ങനെ ചീട്ടിടും? ആർക്ക് വേണ്ടി ചീട്ടിടും? ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്തിനു വേണ്ടിയാണ് ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ വരാൻ വേണ്ടി കടും കൈകൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ ഗ്രൂപ്പ് തിരിച്ചും ഈ സമൂഹത്തെ പല രീതിയിൽ വേർതിരിച്ചും കണ്ട് ആൾക്കാരെ തട്ടിലാക്കി എന്തിനാ ഓരോരുത്തരുടെ നേതൃസ്ഥാനത്ത് വരുന്നത്? അവർക്ക് കിട്ടുന്ന അലവൻസ് ആണ്. അവർക്ക് ഡിസ്ട്രിക്ട് ഓഫീസിൽ ലഭിക്കുന്ന എന്ത് കാര്യത്തിനും ഡിസ്ട്രിക്റ്റിന്റെ കാര്യത്തിന് പോകുമ്പോൾ ലഭിക്കുന്ന അലവൻസ് ആണ്. അതായത് ഒരു മേഖലാ ഡയറക്ടർ തെരഞ്ഞെടുപ്പിൽ വന്നാൽ അവിടെ നിന്ന് വരുന്ന സെക്രട്ടറിക്കും ഖജാൻജിക്കും ആര് വരുമോ അവർക്ക് വണ്ടിക്കൂലി, അവർക്ക് സ്വോത്രക്കാഴ്ച ഇവിടെ നിന്നും വാങ്ങിക്കും, അവര് കമ്മിറ്റി എടുക്കും. എവിടെ പോയാലും അതിനെല്ലാ ചെലവിനും ഇവർ പൈസ എടുക്കും. ഇവർക്ക് സഭാ സംബന്ധമായ കാശുണ്ട്, ചിലർക്ക് വിദേശ വരുമാനമുണ്ട്. എന്നിട്ടും ഇവർ ജനങ്ങളുടെ ഈ പൈസ എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? സ്വന്തം കാര്യങ്ങൾ സാധിക്കുന്നു. ഇവർ പോകുന്നത് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയാണെങ്കിലും ചെലവാക്കുന്നത് ഡിസ്ട്രിക്റ്റിന്റെ പൈസയാണ്. കാരണം അതവരുടെ യാത്രാക്കൂലി, ഭക്ഷണക്കൂലി, താമസക്കൂലി, വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു, നല്ല രീതിയിൽ കാർ യാത്ര ചെയ്യുന്നു, അതിന്റെ പെട്രോളിന്റെ അലവൻസ് എടുക്കുന്നു. അങ്ങനെ അത്രത്തോളം സുഖിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥ പദവിയിലേക്ക് വരാൻ വേണ്ടി എന്ത് രീതിയിലുള്ള കോപ്രായങ്ങളും എന്ത് രീതിയിലുള്ള കളികളും ഇവർ കളിച്ച് കുതികാൽ വെട്ടി ഇവർ ആ സ്ഥാനത്ത് വരും. അതിനു വേണ്ടിയാണ് ഈ സ്ഥാനത്ത് വരാൻ വേണ്ടി ഈ PK യേശുദാസ് ഉൾപ്പെടെ PK ജോസ് ഉൾപ്പെടെ ഈ തിരുവനന്തപുരം മേഖലയിൽ കളിക്കുന്ന, ദക്ഷിണ മേഖലയിൽ കളിക്കുന്ന കളികൾ അത്രത്തോളം വലുതായിരിക്കുന്നു. അവരുടെ ആഗ്രഹം കർത്താവിനെ സേവിക്കുക എന്നുള്ളതല്ല. അവർ കർത്താവിനെ സേവിച്ചിരുന്നെങ്കിൽ സാധാരണ ജീവിതം നയിക്കുകയും ക്രിസ്തുവിന് വേണ്ടി പോരാടുകയും ചെയ്യുമായിരുന്നു. ഇത് അവരുടെ സ്ഥാനത്തിനും അവരുടെ സമ്പത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അവരിയ്ക്കുന്ന സ്ഥലങ്ങൾ മാത്രം വികസിപ്പിക്കുവാൻ വേണ്ടി മാത്രം, അവരെ ഉയർത്തി കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇന്നേ വരെ പല കാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനാണ്. അതിന്റെ അവസാനം എന്തായി? ഒരുത്തൻ ക്രിമിനൽ കേസിൽ ക്രിമിനൽ കുറ്റം വരെ ചെയ്യേണ്ടി വന്നു. എന്ത് പറയാൻ? വലിയ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച TJ ഷൗമേൽ ഒടുവിൽ TJ ഷൗമേൽ തന്നെ പണി കൊടുത്തുകൊണ്ട് PK യേശുദാസ് അതിന്റെ മണ്ട കയറി. PK യേശുദാസ് നേരെ ഒരു അക്ഷരം വേണ്ടിയാൽ TJ ഷൗമേലിന്റെ സകല കള്ളത്തനവും PK യേശുദാസ് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ചീട്ടിടണമെന്നാണ്. ചീട്ടിടുക, ജനാധിപത്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള മുഖങ്ങളും വലിച്ചു കുടിച്ച് അതിന്റെ സർവ്വ സമ്പത്തും അനുഭവിച്ച ശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ചീട്ടിടണമെന്നാണ്. ഇത് ശരിയായ ഒരു രീതിയാണോ? ആരാണ് ഈ ജനാധിപത്യ വ്യവസ്ഥയെ കളങ്കപ്പെടുത്തിയത്? AC സാമുവലിന്റെയും PD ജോൺസന്റെയും C കുഞ്ഞുമോന്റെയും കാലഘട്ടത്തിന് ശേഷം കടുത്ത രീതിയിലുള്ള ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് വിഭാഗീയത കൊണ്ടുവന്നത് TJ ഷൗമേലാണ്. TJ ഷൗമേൽ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 7 വർഷത്തോളം കഴിഞ്ഞ് പിന്നെ PF ഫിലിപ്പ് സാർ വന്നു. അതായത് TJ ഷൗമേലിന്റെ കഠിനമായ രീതിയിലുള്ള ഭരണവിരുദ്ധത കാരണം, ജനങ്ങളോടുള്ള ക്രൂരമായ പെരുമാറ്റം കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ PF സുലി സാർ വന്നു. യഥാർത്ഥത്തിൽ PF സുലി സാർ വരേണ്ട ദൈവീയ ക്രമത്തിന്റെ ഇടയിലാണ് TJ ഷൗമേൽ ജനാധിപത്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ട് അസംബ്ലിസം കൊണ്ട് ബൈലോ പ്രകാരം ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത പലവിധ കാര്യങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് PD ജോൺസൺ ശേഷം TJ ഷൗമേൽ ഈ സൂപ്പർ സ്ഥാനത്ത് വന്നത്. യഥാർത്ഥത്തിൽ PF സുലി സാർ വരേണ്ടതായിരുന്നു. അതായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃത്യമായുള്ള ഗൈഡൻസ് ഈ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അങ്ങനെ രീതിയിൽ വർഷങ്ങൾ വലിച്ചുപോയി. പ്രത്യേകിച്ച് PF സുലി സാർ വാങ്ങിച്ച സ്ഥലത്തിന് നേരെ ആരോപണം ഉന്നയിച്ച് മഹാവിഷമത്തിൽ ദുഃഖത്തിലുമായി അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നുപോയി. അദ്ദേഹത്തിന്റെ വേദന ഭയാനകമായിരുന്നു. അദ്ദേഹത്തിന് കൂടെ നിന്ന് പ്രവർത്തിച്ച സെക്രട്ടറിയെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും ഇദ്ദേഹം വല്ലാത്ത രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലും കത്തുകളിൽ കൂടി ആക്രമിക്കുക മാത്രമല്ല, അതിനെതിരെ പ്രവർത്തിച്ച ആൾക്കാരെ കോടതി നിയമപ്രകാരം അവരെ തെരഞ്ഞെടുപ്പിലൊന്നും കയറ്റാതെ കളിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് എത്ര കേസുകളുണ്ട്? ഇദ്ദേഹം ആർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്? വിശ്വാസികൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? ജനാധിപത്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ട്, ജനാധിപത്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട്, അസംബ്ലിസ് കൊണ്ട് ദൈവികമായ ബൈലോ ലംഘിച്ചുകൊണ്ട് ഒരു നേതൃസ്ഥാനത്തില് സകലവിധ തരികിടകളും കളിച്ച് സമൂഹത്തിൽ വന്ന ശേഷം പല രീതിയിലും പല വർഷങ്ങളിലും ഈ സ്ഥാനത്ത് വരാൻ ഗ്രൂപ്പിസവും വർഗീയതയും ജാതീയതയും എല്ലാം കളിച്ച് കടന്നു വന്ന് ഈ സ്ഥാനത്തിരുന്ന് അതിന്റെ ദുഃഖങ്ങളെല്ലാം വലിച്ചു കുടിച്ച് അതിന്റെ സുഖവും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരം. ഇത് മാനസാന്തരമല്ല. ഇത് ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ ഇദ്ദേഹം പോകുന്നത് വരെ, ഈ ലോകം വിട്ട് കടന്നു പോകുന്നവരെ ഈ സമൂഹം ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ കിടക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ കുതന്ത്രം മാത്രമാണ്. അല്ലായെങ്കിൽ ഈ ചീട്ടിടേണ്ട ആവശ്യമുണ്ടോ? ഈ അസംബ്ലിസ് കൊണ്ട് ഭിന്നത മാറാൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന
ഈ വർഗീയത മാറാൻ, ജനങ്ങൾ ഒന്നിക്കാൻ ആദ്യം നന്നാകേണ്ടത് ടി ജെ ഷോമോയിലാണ്. ടി ജെ ഷോമോയിലാണ് ഇതിനകത്ത് ഇതെല്ലാം കൊണ്ടുവന്നത്. അല്ല എങ്കിൽ ഇത് കൃത്യമായി പരിശുദ്ധാത്മാ നിയന്ത്രണത്തിൽ പോകേണ്ട ഒരു സംഘടനയായിരുന്നു. ഇവിടെ മാനസാന്തരപ്പെടേണ്ടത്, ഇവിടെ ചീട്ട് വീഴേണ്ടത് ടി ജെ ഷോമോയിൽ താങ്കൾക്കാണ്. താങ്കൾക്ക് ചീട്ട് വീണിരിക്കുന്നു. എന്താണ്? ഈ സമൂഹത്തിൽ വർഗീയത കൊണ്ടുവന്നു, ഈ സമൂഹത്തിൽ താങ്കൾ വിഭാഗീയത കൊണ്ടുവന്നു, ഈ സമൂഹത്തിൽ ശത്രുത കൊണ്ടുവന്നു, ഈ സമൂഹത്തിൽ താങ്കൾ വിദ്വേഷം കൊണ്ടുവന്നു, ഈ സമൂഹത്തിൽ ഗ്രൂപ്പിസം കൊണ്ടുവന്നു, ഈ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗീയത ഉണ്ടാക്കി, ഈ സമൂഹത്തിൽ പാസ്റ്റർമാരെ അകറ്റി. അപ്പോൾ ചീട്ട് വീഴേണ്ടത് ടി ജെ ഷോമോയിൽ താങ്കൾക്കാണ്. അസംബ്ലീസ് എന്ന പ്രസ്ഥാനം നന്നാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വഴി ഇതാണ്. ടി ജെ ഷോമോയിൽ താങ്കൾ താങ്കളുടെ ഗ്രൂപ്പിസവും താങ്കളുടെ വിഭാഗീയതയും ശത്രുത്വവും താങ്കളുടെ അധികാരമോഹവും ഒക്കെ മാറ്റിവെച്ച് താങ്കൾ ഇനി വരുന്ന ഇലക്ഷനിൽ നിൽക്കരുത്. ഞാൻ മാറി നിൽക്കുന്നു. ഒരു പുതിയൊരു നേതൃത്വത്തെ നിഷ്പക്ഷമായുള്ള തെരഞ്ഞെടുത്ത് അസംബ്ലീസോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോട്ടെ, ഞാൻ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ശുദ്ധീകരണത്തിന്, അസംബ്ലീസോട് എന്ന് പറയുന്ന സമൂഹം ശുദ്ധീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടി ജെ ഷോമോയിൽ താങ്കൾ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് പറയണം, ജനങ്ങൾ നിഷ്പക്ഷമായി തിരഞ്ഞെടുക്കട്ടെ, ഞാൻ മാറി നിൽക്കുന്നു. അതോടുകൂടി അസംബ്ലീസോഡിൽ ജനാധിപത്യത്തിനകത്ത് നടക്കുന്ന വർഗീയത, വിഭാഗീയത, ശത്രുത്വം, വിദ്വേഷം എല്ലാം മാറും. നിങ്ങൾ മാറത്തോളം കാലം ഇതിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഇത് വിതച്ചു, നിങ്ങൾ അതിന്റെ ലാഭം കൊയ്തു. നിങ്ങൾ ഇപ്പോൾ ഒരു ഉടായിപ്പോയി വന്നിരിക്കുന്നു, ചീട്ടിടുക എന്ന നിഷ്പക്ഷമായ വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൂതനെ പോലെ ഇതെല്ലാം ചെയ്ത ശേഷം, ഇതെല്ലാം ഈ സമൂഹത്തിൽ വിതച്ച ശേഷം ഇപ്പോൾ ഒരു ദൂതനെ പോലെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു മുഖംമൂടി വെച്ച് വരുന്നതാണ് നിങ്ങൾ എഴുതിയ ലേഖനം. അത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ എല്ലാവർക്കും കഴിയും. അങ്ങനെ ഒരു സമൂഹം രൂപപ്പെട്ടു, ബിലീവേഴ്സ് കൗൺസിൽ. എന്നാൽ നിങ്ങൾ പലതും കൊണ്ട് അവരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു. ഓർക്കണം, ഈ മേഖലയിലുള്ള സഹോദരങ്ങള് ചിന്തിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവരുടെ കയ്യിൽ ഒരു കുറവുണ്ട്, പണത്തിന്റെ കുറവുണ്ട്. പക്ഷേ അങ്ങോട്ട് പണത്തിനൊരു കുറവില്ല. ആ കുറവുള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിലുള്ള ദക്ഷിണ മേഖലയിലുള്ള ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്. കാരണം നിങ്ങളുടെ കാൽച്ചുവട്ടിൽ എന്നും കിടക്കുമെന്നുള്ള നിങ്ങളൊരു മിഥ്യാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മാറും, മാറ്റുന്ന ഒരു കാലം ഉണ്ടാകും. ടി ജെ ഷോമോയിൽ, താങ്കൾ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് സംഭവിക്കണമെങ്കിൽ, ഈ സമൂഹം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ഈ സമൂഹം വിഭാഗിതമായി ഒന്നിച്ചു പോകണമെങ്കിൽ ഒരേ ഒരു വഴി, ഈ സമൂഹത്തിൽ കള വിതച്ച നിങ്ങൾ മാറി നിൽക്കുകയും ചീട്ടൊന്നും വിടണ്ട, ജനങ്ങൾ നിഷ്പക്ഷമായി ഒരാളെ തിരഞ്ഞെടുത്ത് ഈ സമൂഹം പി ഡി ജോൺസന്റെയും എസ് സി സാമുവേലിന്റെയും സി കുഞ്ഞുമോന്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോട്ടെ. ഒറ്റ വഴി, കള വിതച്ച ടി ജെ ഷോമോയിൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ലേഖനം എഴുതി പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കാൻ വിചാരിച്ചാൽ ചരിത്രമറിയുന്ന കുറച്ചെങ്കിലും താങ്കളെ മനസ്സിലാക്കുന്ന വ്യക്തികൾക്കൊന്നും ഇത് അംഗീകരിച്ചു വരാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, താങ്കൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലാണ്. നീതിയും ന്യായവും നടപ്പാക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്കൾ കളിച്ച കളികളും താങ്കൾ ഉപയോഗിച്ച വഴികളും ദൈവത്തിന് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ദൈവം അതിനൊരു കണക്ക് ചോദിക്കും, ഇന്നല്ല നാളെ ആയാലും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, തിന്മയെ കണ്ടിട്ട് കണ്ടില്ല എന്നും അതിനെ കണ്ണടയ്ക്കാനും എന്നെപ്പോലുള്ളവർക്കോ ഒരിക്കലും കഴിയില്ല. അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. ടി ജെ ഷോമോയിൽ താങ്കളെ ചൂണ്ടി പറയുന്നു, ചീട്ട് വീണിരിക്കുന്നത് താങ്കൾക്കാണ്. താങ്കൾ ഈ അസംബ്ലീസോട് നിന്ന് താങ്കൾ നിരുപാധികം പിന്മാറി നിന്നിട്ട് ഈ സമൂഹം ശുദ്ധീകരിക്കപ്പെടുവാൻ താങ്കൾ മാറി നിൽക്കണം. അതെ, ഞാൻ ചീട്ടിടുന്നത് താങ്കൾക്കാണ്. താങ്കൾക്ക് ചീട്ട് വീണിരിക്കുന്നു, താങ്കൾ മാറി നിൽക്കൂ. ഈ സമൂഹം നന്നാവട്ടെ. വിതച്ച നിങ്ങൾ മാറി നിന്നാലേ ഈ നിലം വൃത്തിയാകത്തുള്ളൂ. പുതിയ വിത്തുകൾ വളർന്നു വരട്ടെ. സ്നേഹത്തിന്റെ, കരുണയുടെ, ഐക്യത്തിന്റെ എല്ലാ വിത്തുകളും ഈ സമൂഹത്തിൽ വളർന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു നല്ല നിലമായി ഈ അസംബ്ലീസ് മാറട്ടെ. അതിന് ചീട്ട് നിങ്ങൾക്ക് വീണിരിക്കുന്നു. നിങ്ങൾ മാറി നിൽക്കൂ. ജനാധിപത്യ വ്യവസ്ഥയുടെ ആ മനോഹരമായതുമായ ആ ഇടങ്ങൾക്ക്, ആ ചിന്തകൾക്ക് നിഷ്പക്ഷമായ രീതിയിൽ ആൾക്കാർ തിരഞ്ഞെടുക്കുവാൻ, ഈ സമൂഹം ശരിയായ നിലയിൽ പോകുവാൻ, പരിശുദ്ധം നയിക്കാൻ ഒരേ ഒരു വഴി, ചീട്ട് നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മാറി നിൽക്കൂ. ഇനി ആർക്കും വേണ്ടി നിങ്ങൾ ചീട്ടിടാൻ നിൽക്കണ്ട. ഈ സമൂഹം ശുദ്ധീകരിക്കപ്പെടാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ചീട്ടിടലല്ല. ചീട്ട് നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു, നിങ്ങൾ മാറി നിൽക്കൂ. എങ്കിൽ ഈ സമൂഹം നന്നാവും. ആർക്കെങ്കിലും എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഗോഡ് ബ്ലസ് യു.